ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ അറൗണ്ട് 11:53 മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഇവിടെയാണ് ഓപ്പൺ ആയത്. ചെറിയൊരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ആയത്. അതിനുശേഷം മാർക്കറ്റ് നല്ല രീതിയിലൊരു ഡൗൺ ട്രെൻഡ് തന്നു. അതിനുശേഷം പുതിയ ലോ ഒക്കെ തന്ന് ഒരു ഇൻട്രാഡേ ബേസിലൊരു ഡൗൺ ട്രെൻഡിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നമുക്ക് നോക്കാം. ഞാനിപ്പോഴാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, കറന്റ് ഒരു റെസിസ്റ്റൻസ് ചാനൽ. ഓക്കെ, നമ്മുടെ മൂവിങ് ആവറേജ് എവിടെയാണ്? നമ്മുടെ മൂവിങ് ആവറേജ് അടിയിലാണ്, മുകളിൽ. യെസ്, മൂവിങ് ആവറേജ് മുകളിലാണ്. അപ്പോൾ എപ്പോഴും ഒരു കാര്യം, മൂവിങ് ആവറേജ് നല്ല രീതിയിൽ താഴേക്ക് കുത്തനെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് നല്ല രീതിയിലുള്ള അഗ്രസീവ് സെല്ലിംഗ് ആണ് നടക്കുന്നത്. അല്ല, മൂവിങ് ആവറേജ് ചെറുതായിട്ടാണ് താഴെ വരുന്നത്, പ്രൈസ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെയുള്ള ഒരു ചാൻസ് ആ പ്രൈസ് ഈ മൂവിങ് ആവറേജിനോട് അടുക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതായത് മൂവിങ് ആവറേജ് പതുക്കെയാണ് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ മൂവിങ് ആവറേജ് അതുപോലെ ഇറങ്ങും, അതുപോലെ പ്രൈസും കയറി വരും. ഓക്കെ, അപ്പോൾ അത് വെച്ച് നമുക്ക് ട്രേഡിംഗ് ഡിസിഷനായിട്ട് സ്ട്രാറ്റജി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരിക്കലും അതൊരു സ്ട്രാറ്റജി അല്ല. അപ്പം നിങ്ങൾ ഏതൊരു സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നെങ്കിലും ഏതൊരു എൻട്രി പ്ലാൻ ചെയ്യുന്നെങ്കിലും ഇതും കൂടി മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ക്ലിയർ ഒരു ഐഡിയ കൂടി കിട്ടും. അതായത് ഇവിടെ വെച്ചൊക്കെ നമ്മൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ മൂവിങ് ആവറേജ് അധികം കുത്തനായിട്ട്, അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് ഫ്ലാറ്റ് വരുന്നത്, ഇവിടെയൊക്കെ സൈഡ് വൈസ് ആണ്. ഇതൊക്കെ നോക്കിയാൽ എൻ്റെ ആംഗിളൊക്കെ ഇത്തിരി കൂടുതലാണ്. അതിൻ്റെ ആംഗിൾ ഇങ്ങനെ നല്ല രീതിയിൽ ഹൈ ആകുമ്പോൾ പ്രൈസ് അതിനനുസരിച്ച് ഗ്യാപ്പ് വരുന്നു, ഗ്യാപ്പ് അടുപ്പിക്കുന്നു, വീണ്ടും ഗ്യാപ്പ് വരുന്നു, ഗ്യാപ്പ് അടുപ്പിക്കുന്നു, പിന്നെ നേരെ സൈഡ് വേസ് ആകുന്നു. ഓക്കെ, സൈഡ് വേസ് ആയതിനു ശേഷം വീണ്ടും അടിയിലേക്ക് അതുപോലെ ഗ്യാപ്പ് വരുന്നു, ഗ്യാപ്പ് അടുപ്പിക്കുന്നു, ഗ്യാപ്പ് വരുന്നു. അതിപ്പോൾ ഡൗൺ ട്രെൻഡ് ആണെങ്കിലും അതുപോലെ ആയിരിക്കും ഈ ട്രേഡിങ് വരാം. ഓക്കെ, അപ്പോൾ ഞാനൊരു സി ആണ് ഞാൻ വാച്ച് ചെയ്യാനുള്ള പ്ലാൻ. അതായത് ഈ ഒരു സോണിലേക്ക് വരാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. ഈ മാർക്കറ്റ് ആ ഒരു മൂവിങ് ആവറേജ് കടുക്കുന്നതിനോടൊപ്പം തന്നെ ഇത് ഒരു ലെവലിലേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഒരു സേഫ് ആയിട്ടുള്ള എൻട്രി ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ നോക്കുന്നത്. ഫോർ 5 മിനിറ്റ് നമുക്ക് ഇത് മാത്രമാണ് കാണുന്നത്. ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത ലെവൽസ് സൈഡ് വൈസ്. ഇവിടെ ബൈ ചെയ്യാൻ റിസ്ക് ആണ്. ബൈ ചെയ്യാനുള്ള ഒരു സേഫ് സോൺ നോക്കണം. ഓക്കെ, ഇവിടെ കുറേ ഓർഡർ ബ്ലോക്സുകൾ ഉണ്ടാവും. ഓക്കെ, ഈ ലെവല് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു ബൈ എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്. ഓക്കെ, അത് ഡയറക്റ്റ് അത് ബ്രേക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ബൈ എടുക്കില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി, ഏതാണ് ലെവലിന് മനസ്സിലാവാൻ വേണ്ടി ഈ ഒരു ലെവൽ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ഈ ഒരു മൂവിങ് ആവറേജ് ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു 2.69 ആ ഒരു റേഞ്ചിലേക്ക് നമുക്ക് ടാർഗറ്റ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം. ഈ ഒരു ബ്രേക്ക് ഔട്ട് ഇവിടെ ഒരു സ്ട്രോങ് ക്യാൻഡിൽ വന്നിട്ട് ഇവിടെ ചെറിയൊരു 2-3 ക്യാൻഡിൽ ചെറിയ ഇൻട്രസ്റ്റിംഗ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അവിടെ നിന്ന് ഒരു ബൈ പ്ലാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഇൻട്രാഡേ വ്യൂ ആണ്. അത് മാർക്കറ്റിൻ്റെ, അതായത് ഈ ഒരു ബ്രേക്ക് ഔട്ടാണ്, ആ ഏരിയ നോക്കിയിട്ടായിരിക്കും ആ ഒരു ഡിസിഷൻ എടുക്കുക. അവിടെ ഒരു സ്ട്രോങ് ബ്രേക്ക് ഔട്ടാണ്, സ്ട്രോങ് ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. ഓക്കെ, നെക്സ്റ്റ് 1 മിനിറ്റിൽ ഇവിടെ ഒരു ഡബിൾ ബോട്ടം ഹിറ്റ് ചെയ്തു, നേരെ ഡബിൾ ബോട്ടം ബ്രേക്ക് ചെയ്തു, റീടെസ്റ്റ് എടുത്തു. ഡബിൾ ബോട്ടത്തിൻ്റെ ടാർഗറ്റ് അടിച്ച് നോക്കണം. ഡബിൾ ബോട്ടത്തിൻ്റെ ടാർഗറ്റ് നമ്മുടെ ഈ ഒരു ലെവലാണ് അതിൻ്റെ ടാർഗറ്റ്. ഓക്കെ, ഡബിൾ ബോട്ട് അടിച്ചു. അപ്പോൾ അതിൻ്റെ ടാർഗറ്റ് ഈ ഒരു ലെവലാണ്. ഓൾമോസ്റ്റ് ടാർഗറ്റിൻ്റെ അവിടെ എത്തി, ബട്ട് റിട്ടേൺ വന്നു. നമുക്ക് എന്തായാലും ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് നോക്കാം. ഈ ഒരു ലെവൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരു സ്ട്രോങ് ക്യാൻഡിലായിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്താൽ
ഈ ഒരു പ്രൈസ് കൂടെ എത്തുമ്പോഴത്തേനും ഈ മൂവിങ് ആവറേജ് താഴെ എത്തിയിട്ടുണ്ടാവും. ആ മൂവിങ് ആവറേജിനെ കൂടി കവർ ചെയ്തിട്ടുണ്ടാവും ആസ് പെർ 1 മിനിറ്റിൽ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ഒരു സ്കാൽപ്പ് ചെയ്യാനുള്ള ഒരു ലെവലായി. പക്ഷേ 5 മിനിറ്റിൽ മൂവിങ് ആവറേജ് നല്ല ദൂരം തന്നെ ആയിരിക്കും. ഈ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ക്യാൻഡിൽസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ലെവലിൽ ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നത്തെ ഇൻഡിസിഷൻ ക്യാൻഡിൽ നമുക്ക് നേരെ ട്രേഡ് എടുക്കാം. ടാർഗറ്റ് ഓൾമോസ്റ്റ് ഒന്നല്ലെങ്കിൽ ഡേ ഹൈഡ് ഏരിയയിൽ അല്ലെങ്കിൽ ഡേ ഹൈഡ് കുറച്ച് താഴെയായിട്ട് നമുക്ക് ടാർഗറ്റും സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം വല്ല ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടില്ലെന്ന്. നമ്മുടെ പ്ലാൻ അനുസരിച്ച് വന്നാൽ മാത്രമേ നമ്മൾ ട്രേഡ്സ് എടുക്കുള്ളൂ. അല്ലെങ്കിൽ പുതിയ വല്ല സെറ്റപ്പ് വന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ട്രേഡ് ജനറേറ്റ് ചെയ്യുള്ളൂ. വെറുതെ ഒരു ഐഡിയ ഇല്ലാത്ത ട്രേഡ്സ് നമ്മൾ എന്തായാലും എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത അതേ ഒരു മൂവ് തന്നെ നമുക്ക് മാർക്കറ്റ് കിട്ടുകയും ചെയ്തു. നല്ല രീതിയിലുള്ള ഓപ്ഷൻ്റെ ഒരു സ്പൈക്കും കിട്ടി. നമ്മൾ ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ നമ്മൾ ചെറിയൊരു കോൾ ഓപ്ഷനാണ് നോക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി കോൾ ഓപ്ഷനാണ് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടിരിക്കുന്നത്. നോക്കി ആ ഒരു കോൾ ഓപ്ഷൻ. ഓക്കെ, ഞാൻ അറൗണ്ട് ഈ ഒരു ലെവലിലാണ് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഒരു വി വാപ്പിൻ്റെ മുകളിൽ ഈ ഒരു ക്യാൻഡിൽ ഹൈ 257, അതിനുശേഷം ഇപ്പോൾ 320 ഞാൻ എക്സിറ്റ് ചെയ്തു. 67 ഏകദേശം ഒരു 60-65 പോയിന്റ് നമ്മൾ സിമ്പിളായിട്ട് ക്യാപ്ചർ ചെയ്തു. 1:4 സെറ്റപ്പാണ് ഇവിടെ കിട്ടിയത്. ഞാൻ പറഞ്ഞ അതേപോലെ തന്നെ നമുക്കിവിടെ ഈ ഒരു ലെവല് ക്ലോസ് ചെയ്യുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽ വേണം. അതുപോലെ തന്നെ 2 സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽ വന്ന് ഇവിടെ ക്ലോസ് ചെയ്തു. അതിനുശേഷം ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് എടുക്കുമെന്ന് പറഞ്ഞു. അതേപോലെ അതിനുശേഷം 2 ഇൻഡിസിഷൻ ക്യാൻഡിൽ വന്നു, നമ്മൾ ട്രേഡ് എടുത്തു. നേരത്തെ എക്സ്പെക്ട് ചെയ്തൊരു സ്റ്റോപ്പ് ലോസ് വെച്ചു. 1:3, അതായത് നമ്മൾ പറഞ്ഞത് എന്താണ്, അല്ലെങ്കിൽ മൂവിങ് ആവറേജിന്റെ താഴെ വെക്കണം, അല്ലെങ്കിൽ ഡേയിലൂടെ താഴെ. അതുകൊണ്ട് ഞാനൊരു 1:4 സെറ്റപ്പാണ് ഇവിടെ പ്ലാൻ ചെയ്തത്. കറക്റ്റ് ആ ഒരു 1:4 നമുക്ക് വിത്തിൻ 3 ക്യാൻഡിൽ, അതായത് 15 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്ക് 3 ക്യാൻഡിൽ നമ്മുടെ ടാർഗറ്റും കിട്ടി. ഇവിടെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 60 പോയിന്റ് നമുക്ക് ഓപ്ഷൻസിൽ കവർ ചെയ്യാനും പറ്റി. അപ്പോൾ ഇന്നത്തെ ട്രേഡ് കഴിഞ്ഞു. ഇനി നാളെ വരാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരമായി വിശ്വസിക്കുന്നു.